എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 77ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം, ആൽക്കലോയിഡുകളുടെ ക്ഷാരഗുണത്തിന് കാരണമായ മൂലകം ഏത്? ഓപ്ഷൻസ്: സോഡിയം, നൈട്രജൻ, പൊട്ടാസ്യം, കാൽസ്യം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, നൈട്രജൻ ആണ് ശരിയുത്തരം. അള്ളപ്പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? ഓപ്ഷൻസ്: എം ടി വാസുദേവൻ നായർ, കാക്കനാടൻ, ഒ വി വിജയൻ, എൻ പി മുഹമ്മദ്. ഓപ്ഷൻ സി, ഒ വി വിജയനാണ് ശരിയുത്തരം. കേരളത്തിൽ നെൽവയൽ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻസ്: 2008 ഓഗസ്റ്റ് 11, 2008 സെപ്റ്റംബർ 10, 2009 ഓഗസ്റ്റ് 11, 2009 സെപ്റ്റംബർ 11. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 2008 ഓഗസ്റ്റ് 11. ഒരു കേന്ദ്രീകൃത ദ്രവത്തിൽ പ്രയോഗിക്കുന്ന മർദ്ദം എല്ലാ ദിശയിലേക്കും ഒരേ അളവിൽ വ്യാപിക്കും. ഈ പ്രസ്താവന ഏത് നിയമം ആണ്? ഓപ്ഷൻസ്: ആർക്കിമിഡീസ് നിയമം, ബെർണോളീസ് സിദ്ധാന്തം, പാസ്കൽ നിയമം, ദ്രവ തുടർച്ചാ നിയമം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, പാസ്കൽ നിയമം. ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും അധികം സാന്ദ്രതയുള്ളത്? ഓപ്ഷൻസ്: 0 ഡിഗ്രി സെൽഷ്യസ്, 4 ഡിഗ്രി സെൽഷ്യസ്, 60 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 4 ഡിഗ്രി സെൽഷ്യസ്. പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: ജാവലിന്റെ സഞ്ചാരം, റോക്കറ്റിന്റെ സഞ്ചാരം, മിസൈലിന്റെ സഞ്ചാരം. എയും ബിയും സിയും ശരിയാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, എയും ബിയും സിയും ശരിയാണ്. തലയിൽ ചുമടുമായി നടന്നു നീങ്ങുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി എന്തായിരിക്കും? ഓപ്ഷൻസ്: നെഗറ്റീവ് ആയിരിക്കും, 0 ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കൃത്യമായി പറയാൻ സാധിക്കില്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 0 ആയിരിക്കും. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് നൽകിയിരിക്കുന്ന ആവർത്തന പട്ടികയിലെ ഒരേയൊരു മൂലകം ഏത്? ഓപ്ഷൻസ്: ഇൻഡിയം, ടെന്നീഷ്യൻ, നിഹോണിയം, ലിനിയം. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, നിഹോണിയം. ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ഓപ്ഷൻസ്: അമേരിക്ക, ബ്രിട്ടൻ, അയർലാൻഡ്, കാനഡ. ശരിയുത്തരം ഓപ്ഷൻ സി, അയർലാൻഡ് ആണ്. 10ാമത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടിയ കായികം ഇനം ഏതാണ്? ഓപ്ഷൻസ്: ഹോക്കി, ജാവലിൻ ത്രോ, ഫ്രീസ്റ്റൈൽ ഗുസ്തി. ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ജാവലിൻ ത്രോ ആണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. റിവൈസ് ചെയ്ത് പഠിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്